സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. ശ്രീ എൻ ഷംസീർ MLA, നാം ഈ പെരിയ കേസിലേക്ക് ഒന്ന് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതിലെ ഈ പീതാംബരൻ്റെ മൊഴിയുടെ ഒരു പ്രത്യേകത, ഇതിൻ്റെ അന്വേഷണം പ്രാദേശിക തലത്തിലേക്ക് മാത്രം ഒതുക്കുന്ന വിധത്തിലാണ്. അപ്പോൾ അത് യാദൃച്ഛികമല്ല. കാരണം അതിൻ്റെ ഒരു ഗുണഭോക്താവ് പാർട്ടിയാണ്. പാർട്ടിയെ വെള്ളപൂശുന്നതാണ് ഈ മൊഴി. അത് കൃത്യമായ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് സംശയമുയരുന്നത്. കാരണം വ്യക്തി വൈരാഗ്യത്തിലേക്ക് ഇത് ചുരുക്കുന്നു. കഞ്ചാവിൻ്റെ ലഹരിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ തന്നെ കുറ്റമേറ്റെടുത്ത് ഞാൻ തന്നെ ഇതെല്ലാം നിർവഹിച്ചു എന്നാണ് ഈ പീതാംബരൻ പറയുന്നത്. അതുകൊണ്ട് ഒഴിവാക്കപ്പെടുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അതിനപ്പുറത്തെ ഉന്നതതല ഗൂഢാലോചന. രണ്ട്, ഒരു കണ്ണൂർ മോഡൽ കൊട്ടേഷൻ സംഘത്തിൻ്റെ വരവും പോക്കും. ഇതിലേക്കൊന്നും അന്വേഷണം പോകേണ്ടാത്തൊരു സ്ഥിതിയാണ് പീതാംബരൻ്റെ മൊഴി കൊണ്ട് മാത്രം ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഈ പറയുന്ന കഞ്ചാവ് വലിച്ചുകൊണ്ട് ഒരാൾ ഇത്രയൊക്കെ ചെയ്യുക, അതും കഴിഞ്ഞ ദിവസം നിങ്ങൾ തന്നെ പ്രതിഷേധം നടത്തിയത് ഇയാൾക്കേറ്റ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഇയാളുടെ കൈയൊടിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഗോവിന്ദച്ചാമിക്കയോട് പറ്റിയുള്ള വിധിന്യായത്തിൽ അയാളുടെ സ്വാധീനമില്ല എന്ന് നാം കരുതുന്ന കൈയുടെ ബലം എത്ര എന്നത് ആ വിധിന്യായത്തിലുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ പറയുന്നത് ഇയാളുടെ കൈ ആക്രമിക്കപ്പെട്ടു, അതിൽ സ്റ്റീലിട്ടു എന്നാണ്. ആ വീട്ടുകാർ പറയുന്നത് ആ കൈ ഉയർത്തി ഒന്നും ഇയാൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എന്നാണ്. എന്നിട്ടാണ് പിടിയില്ലാത്തൊരു വാൾ ഉപയോഗിച്ച്, അതും തുരുമ്പ് പിടിച്ച ഒരു വാൾ ഉപയോഗിച്ച് കൊട്ടേഷൻ സംഘത്തേക്കാൾ മികവോടുകൂടി 2 ജീവൻ അപഹരിക്കുന്ന കൃത്യം ഇദ്ദേഹം നിർവഹിച്ചുവെന്ന് ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ അതങ്ങനെ തന്നെ വിഴുങ്ങുന്നത്. അപ്പോൾ പീതാംബരൻ നിങ്ങളുടെ സംരക്ഷകനാണ്, നിങ്ങൾ തള്ളിപ്പറഞ്ഞുകൊണ്ട് നിങ്ങൾ സംരക്ഷണം നേടുന്ന വ്യക്തിയാണ് എന്ന വിമർശനം സ്വാഭാവികമല്ലേ ഷംസീർ? വേണു ഇപ്പം ചോദിച്ച ചോദ്യത്തിൽ എനിക്ക് മനസ്സിലായി. ഇത്രയും നേരം വേണു ശശി തരൂരിന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശശി തരൂരിൻ്റെ ഒരു വാക്കുണ്ടായിരുന്നു, ഫ്ലോക്സിനോ ഹിലിപ്പിഫിക്കേഷൻ. ആർക്കും മനസ്സിലായിട്ടില്ല. അതുപോലെ ശശി തരൂരിന് പഠിക്കല്ല വേണു ടു ദ പോയിന്റ് ചോദ്യം ചോദിക്കുക, പരിഹാസം കഴിഞ്ഞാൽ മറുപടി പറയൂ. ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിൽ ചോദ്യം ചോദിക്കുക. നേരത്തെ ആസാദിനോടൊക്കെ ചോദിച്ച ചോദ്യം എനിക്ക് മനസ്സിലായില്ല എന്താന്നുള്ളത്. ഒരുപക്ഷെ VPP മുസ്തഫ ഈ ചർച്ചയിലുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി വെച്ച് ഒരുപക്ഷെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ കഴിഞ്ഞേക്കാമായിരിക്കാം. ഷംസീറിന്റെ ചോദ്യത്തിന് പരിഹാസം കഴിഞ്ഞ് മറുപടി പറയൂ. അല്ല, എനിക്ക് മനസ്സിലായില്ല. കാരണം ചർച്ചയിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരുണ്ടല്ലോ. അങ്ങേക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്നത് അങ്ങയുടെ അയോഗ്യതയായി ഞാൻ കാണുന്നില്ല, പരിമിതിയായി കാണുന്നു. അതിനുശേഷം മറുപടി തിരിയാവുന്ന ഭാഷയിൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്കതിന് ഉത്തരങ്ങൾ പറയാൻ പറ്റും. ഒന്ന്, ശരി, നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. ഇവിടെ പല കാര്യങ്ങളിലൂടെ സൂചിപ്പിച്ചു. TP ചന്ദ്രശേഖരൻ ഞാനല്ലല്ലോ പറഞ്ഞത്, നിങ്ങളാണല്ലോ ഈ പറയുന്ന ഏത് കൊലപാതകവും ലാസ്റ്റ് TPയിലേക്ക്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം TPയിൽ കഴിഞ്ഞു. ആ TPയുടെ പേരിൽ എന്നെ ഉൾപ്പെടെ പ്രതിയാക്കാൻ ശ്രമിച്ചു. അതിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ എന്നെ തോൽപ്പിക്കാൻ കഴിഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് നിയമസഭയിൽ ഞങ്ങൾ ജയിച്ചു. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾ വീണ്ടും TP എടുക്കുകയാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ TPയെ കൊണ്ട്. ഞങ്ങൾക്ക് TPയെ പേടിയൊന്നുമില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മടിയിൽ കനമുള്ളവർ മാത്രമേ വഴിയിൽ ഭയക്കേണ്ട കാര്യമുള്ളൂ. ഞങ്ങൾക്ക് ഈ കൊലപാതകമാവട്ടെ, പെരിയയിലെ കൊലപാതകമാവട്ടെ, ഏതുമാവട്ടെ, പെരിയയിൽ കൊലപാതകത്തിൽ CPMന് ഭയപ്പെടേണ്ടതായ ഒരു കാര്യവുമില്ല. ഇൻഡിപെൻഡന്റ് ഇൻവെസ്റ്റിഗേഷൻ നടക്കട്ടെ. പോലീസ് ഞങ്ങൾ ഫ്രീ ഹാൻഡ് കൊടുത്തിരിക്കുന്നു. പിന്നെ കോൺഗ്രസ് വിശുദ്ധരാവാൻ ശ്രമിക്കരുത്. ഇവിടെ കോൺഗ്രസിന്റെ നേതാവുണ്ടായിരുന്നു N രാമകൃഷ്ണൻ കണ്ണൂരിൽ. ഒരു മാർക്സിസ്റ്റുകാരുടെ തലയെടുത്ത് വന്നാൽ ഞാൻ പൂമാലയിട്ട് സ്വീകരിക്കും എന്ന് പ്രസംഗിച്ച നേതാവായിരുന്നു N രാമകൃഷ്ണൻ. അറിയുമോ ലിജുവിന്? സുധാകരനെ കുറിച്ച് പറഞ്ഞു. സുധാകരൻ ആ കേസിൽ പ്രതിയാണ്. സുധാകരന്റെ ഗൺമാന്റെ കയ്യിൽ നിന്ന് തോക്കെടുത്ത് സുധാകരൻ വെടിവെച്ചു എന്ന് മാത്രമല്ല, ഞാനൊരു മാർക്സിസ്റ്റുകാരനെ വെടിവെച്ചിട്ടാണ് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞ ആളാണ് സുധാകരൻ. എന്താ പ്രസംഗം? ജാഥയുടെ സന്ദേശം സമാധാന സന്ദേശ ജാഥ. ആ സമാധാന സന്ദേശ ജാഥയിലാണ് നാൽപ്പാടി വാസുവിനെ വെടിവെച്ചത്. ആ കേസ് സെക്യൂരിറ്റിലായി തെളിവുടെ അടിസ്ഥാനത്തിൽ അഭാവത്തിൽ. പോട്ടെ, ഇങ്ങനെ ഓരോ സംഭവങ്ങളും നടത്തിയതിൽ നിങ്ങൾ വിശുദ്ധരാവാൻ ശ്രമിക്കരുത്. നിങ്ങൾ നടത്തിയ കൊലപാതകങ്ങൾ, ആ കൊലപാതകങ്ങൾ ചില ഘട്ടങ്ങളിൽ ഞങ്ങൾ റെസിസ്റ്റ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ പറയുന്നുണ്ട് റെസിസ്റ്റൻസും ഇല്ല ഞങ്ങൾ പ്രഖ്യാപിക്കുമ്പം ഞങ്ങൾക്ക് നേരെ ആക്രമണം നടന്നാൽ, ഞങ്ങൾ കൊല ചെയ്യപ്പെട്ടാൽ നിങ്ങൾ ന്യൂസ് നൈറ്റുകൾ ചർച്ച ചെയ്യണം ഞങ്ങൾ പറയുന്നുള്ളൂ. ഞങ്ങൾ ഒരു റെസിസ്റ്റൻസും ഇല്ല ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നു പാർട്ടി സെക്രട്ടറി. പക്ഷെ ഇതുപോലെ അന്തിച്ചർച്ചയുണ്ടാവണം. അന്തിച്ചർച്ചയിൽ ഞങ്ങളുടെ ക്യാമറകൾ നിങ്ങൾ ഞങ്ങളുടെ സഖാക്കളുടെ കുടുംബങ്ങളിലേക്ക് തിരിച്ചു വെക്കണം. ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ മക്കളുടെ കണ്ണുനീർ നിങ്ങൾ കാണിക്കണം. മറിച്ച് ഏകപക്ഷീയമായി ബയാസ്ഡായി നിന്നുകൊണ്ടുള്ള വാർത്തകൾ കൊടുക്കാൻ നിങ്ങൾ കൂട്ടുനിൽക്കരുതെന്ന് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഞങ്ങൾ പ്രഖ്യാപിച്ചു സമാധാനത്തിന് വേണ്ടി ഏതളവ് എന്ത് ത്യാഗത്തിനും ഞങ്ങൾ തയ്യാറാണ്. ഇനി വേണു ഇവിടെ ചോദിച്ച ഓരോ ചോദ്യങ്ങൾ. പെരിയ കൊലപാതകത്തിൽ ഇവിടെ വേണു പോലീസ് ഓഫീസറാണ്. വേണു കൊലപാതകം നടന്ന് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. കൊലപാതക പ്രതി ശിക്ഷിക്കപ്പെടുകയുള്ളൂ വേണ്ടത്.
അല്ലാതെ നിങ്ങൾക്ക് വേണ്ടി പ്ലേയിങ് ടു ദ ഗാലറി അല്ല പിണറായി സർക്കാർ. മറിച്ച് തെളിവുകൾ ശേഖരിച്ച് തെളിവുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ ശിക്ഷിപ്പിക്കുക എന്നതാണ് പിണറായി സർക്കാരിന്റെ ലക്ഷ്യം, ഈ സർക്കാരിന്റെ ലക്ഷ്യം. അതിന്റെ ഭാഗമായി തെളിവുകൾ ശേഖരിച്ച് നിങ്ങളുടെ കയ്യടി കിട്ടാൻ വേണ്ടി ഇതാ പിടിച്ചിരിക്കുന്നു എന്ന് പറയലല്ല, മറിച്ച് നാളെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുമ്പം, ട്രയൽ നടക്കുമ്പം പ്രതി കൺവിക്ട് ചെയ്യപ്പെടണം. അതിന് എല്ലാ പഴുതുകളും അടച്ചുള്ള കുറ്റപത്രം തയ്യാറാക്കണം. ആ നിലയിലുള്ള പ്രവർത്തനത്തിനാണ് പിണറായി സർക്കാർ ഊന്നൽ കൊടുക്കുന്നത്. അല്ലാതെ പ്ലേയിങ് ടു ദ ഗാലറിയായി മീഡിയയുടെ കയ്യടി നേടാനുള്ള അന്വേഷണമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നോക്കേണ്ടത് ഇപ്പൊ ഇത്രയും പ്രതികളെ പിടിച്ചല്ലോ. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ എം ലിജു, ഇവിടെ ഇപ്പൊ തിരിച്ചടിക്കുന്നില്ല എന്ന് പറയുന്നു. ആ കാര്യത്തിൽ കോടിയേരി പറയുന്നത് പിന്നീടും അവിടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു, അപ്പോഴും തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. അതാണ് അവരുടെ മുൻ നിലപാടുകളിൽ നിന്നെല്ലാം ഇപ്പോൾ പറയുന്നത് വ്യത്യസ്തമാണ് എന്ന് അവർ ആധികാരികമായി പറയുന്നതിൻ്റെ ഉദാഹരണങ്ങളും. ശ്രീ ലിജുവിന് മറുപടി പറയും. രണ്ട് ചെറുപ്പക്കാരെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറ്റവാളികളായി നിൽക്കുന്ന പാർട്ടി തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കൊലപാതകം പരമ്പര തുടരും എന്ന് സ്വാഭാവികമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. കാരണം ഇവിടെ എല്ലാം നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം അധികാരമാണല്ലോ. ഈ അധികാരത്തിൻ്റെ സംരക്ഷണം ഇല്ല എന്നുണ്ടെങ്കിൽ, പോലീസോ കുറ്റാന്വേഷണ സംവിധാനങ്ങളോ നിയന്ത്രണത്തിലല്ല എന്നുണ്ടെങ്കിൽ, നിരവധി നേതാക്കന്മാർ തന്നെ ജയിലിൽ പോകുമായിരുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് അവിടെ നിൽക്കട്ടെ. എനിക്ക് 2-3 കാര്യങ്ങൾ കൂടി, വേറെ ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് ശ്രീ വേണു. അതായത് പെരിയ കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇപ്പോൾ എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് ശ്രീ KV കുഞ്ഞിരാമൻ, CPMൻ്റെ നേതാവ്, പുറത്താക്കിയതിനു ശേഷം ശ്രീ പീതാംബരൻ്റെ വീട്ടിൽ പോയി ആ കുടുംബവുമായി സംസാരിച്ചു എന്നുള്ള വാർത്ത അദ്ദേഹം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തിനാണ് ഷംസീർ നിങ്ങൾ പുറത്താക്കിയ, പാർട്ടിക്ക് അപമതിപ്പുണ്ടാക്കിയ ഒരു നേതാവിൻ്റെ വീട്ടിൽ നിങ്ങളുടെ MLA പോയി അവരുടെ കുടുംബവുമായി സംസാരിക്കുന്നത്? പല മാധ്യമങ്ങളും അതിനുശേഷം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ശ്രീ പീതാംബരൻ്റെ ഭാര്യയും മകളും പറഞ്ഞു കുഞ്ഞിരാമൻ സഖാവ് വന്ന് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, സംരക്ഷണം പാർട്ടി ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ എന്ത് മറയ്ക്കാൻ വേണ്ടിയാണ് കുഞ്ഞിരാമൻ അവിടെ ചെല്ലുന്നത്? കുഞ്ഞിരാമൻ ഈ മരണമടഞ്ഞ മുൻ MLA അല്ലേ? മരണമടഞ്ഞ ഈ 2 ചെറുപ്പക്കാരുടെ വീടുകളിൽ പോയി പാർട്ടിക്ക് ബന്ധമില്ല, ഈ പീതാംബരൻ വ്യക്തിപരമായി ചെയ്തതാണെന്നുണ്ടെങ്കിൽ പാർട്ടി അതിൽ ഖേദിക്കുന്നു, നിങ്ങളുടെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു എന്ന് പറയാൻ കുഞ്ഞിരാമൻ എന്താ മനസാക്ഷി ഇല്ലാതിരിക്കുന്നത്? അപ്പോൾ കൊല ചെയ്യപ്പെട്ട കുട്ടികളുടെ വീട്ടിൽ പോകാത്ത കുഞ്ഞിരാമൻ, കൊല ചെയ്തുവെന്ന് പാർട്ടി ഇപ്പോൾ തന്നെ അംഗീകരിക്കുന്ന, നിങ്ങളുടെ പാർട്ടി നിയമിച്ച പോലീസ് അംഗീകരിക്കുന്ന കൊലപാതകയുടെ വീട്ടിൽ ചെന്ന് പറയുന്നത് നിങ്ങളൊന്നും വിട്ടു പറയരുത്, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയാൻ വേണ്ടിയല്ലേ? അപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്നത് നിങ്ങളുടെ പാർട്ടിയുടെ വർഷങ്ങളായി തുടരുന്ന ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായി വീണ്ടും കുഞ്ഞിരാമൻ അത് തുടരുകയല്ലേ? പിന്നീട് ഈ അന്വേഷണത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ വേണു? എന്തിനാണ് ഇത്തരം ഒരു പീതാംബരനെ ഇപ്പോൾ തന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കണം. പീതാംബരൻ വെട്ടിയെന്ന് വന്നാൽ നാളെ കോടതിയിൽ ചെല്ലുമ്പോൾ പീതാംബരൻ്റെ വൂണ്ട് സർട്ടിഫിക്കറ്റ് വരും. പീതാംബരൻ്റെ കൈ ഒടിഞ്ഞുവെന്നും ഈ കൈ കൊണ്ട് പീതാംബരൻ എങ്ങനെ വെട്ടിയെന്നും തെളിയിക്കേണ്ട ഉത്തരവാദിത്വം പ്രോസിക്യൂഷനാകും. അപ്പോൾ സ്വാഭാവികമായും ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സംശയത്തിൻ്റെ ആനുകൂല്യം പീതാംബരൻ ലഭിക്കും. ഇപ്പോൾ പീതാംബരനാണ് വെട്ടിയെന്ന് വരുത്തിയാൽ കിട്ടുന്ന ഒരു ഗുണമാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ അന്വേഷണം എത്തിക്കഴിഞ്ഞാൽ പല പ്രൊഫഷണൽ കില്ലേഴ്സിലേക്കും പോകേണ്ടി വരും. അപ്പോൾ അവരുടെ കണക്ഷൻസ് എവിടെ എന്ന് നിരീക്ഷിക്കേണ്ടി വരും. പല കുഞ്ഞനന്ദന്മാരും അതിന് മുകളിലെ വല്യനന്ദന്മാരും ജയിലിലേക്ക് പോകേണ്ടി വരും എന്നതുകൊണ്ട് ഈ പീതാംബരനും കുറച്ച് ലൊട്ടിലൊടുക്ക് ലോക്കൽ ഗുണ്ടകളെയും പ്രതിചേർത്ത് അവസാനിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അന്വേഷണത്തെക്കുറിച്ചാണ് ഇപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന 3 അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മാറിക്കഴിഞ്ഞു. ആദ്യം അന്വേഷിച്ച ആൾ മാറി, പിന്നീട് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് SP ശ്രീജിത്തിൻ്റെ IG ശ്രീജിത്തിൻ്റെ ചുമതലയ്ക്ക് വന്നിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ തന്നെ പടപടാ മാറ്റി തങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സംശയം കോൺഗ്രസ് പാർട്ടിക്കും പൊതുസമൂഹത്തിനുമുണ്ട്. കുറേ തുരുമ്പിച്ച വാളിട്ട് തൊണ്ടിയായി എടുക്കുന്നതാണ്, പിടിയില്ലാത്ത കുറച്ച് തുരുമ്പിച്ച വാള്. നാളെ കോടതി ചെല്ലുമ്പോൾ ചോദിക്കും, ഈ തുരുമ്പിച്ച വാലിട്ട് പൊട്ടിയാൽ തലയൊട്ടി പൊട്ടുമോ, ക്രേനിയം പൊട്ടിപ്പോകുമോ, ഇത്രയും ക്രൂരമായ വെട്ടുകൾ ഉണ്ടാക്കാൻ സാധിക്കുമോ? അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഏജൻസി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള പിണറായി വിജയൻ്റെയും കോടിയേരി ബാലകൃഷ്ണൻ്റെയും ഒക്കെ നിയന്ത്രണത്തിലുള്ള പോലീസ് അന്വേഷിച്ചാൽ ഈ കേസിൽ യഥാർത്ഥ പ്രതികൾ അറസ്റ്റിലാവില്ല, ഗുണ്ടകൾ അറസ്റ്റിലാവില്ല. ശരി, ഞാൻ ഇടപെടുകയാണ്. എനിക്ക് സമയം കുറവാണ്, അതുകൊണ്ട് ഞാൻ ഇടപെടുന്നു. വേഗം ഒരു ഇടപെടലിലേക്ക് പോയതിനു ശേഷം തിരികെ എത്താം. സൂപ്പർ പ്രേമയുടെയും അവസാന ഘട്ടത്തിലേക്ക്. ഡോക്ടർ ആസാദ്, തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പ്രതിരോധം മുഴുവൻ CPM തീർക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രമാത്രം ആത്മാർത്ഥതയോടെയുള്ള ഒരു ചുവടുമാറ്റത്തിലേക്ക് CPM പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും.
അങ്ങ് ലളിതമായ വാക്കുകളിൽ മറുപടി പറഞ്ഞാൽ മതി. ഷംസീറിനോട് എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, കാരണം അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല എന്നാണ് പറയുന്നത്. എൻ്റെ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. വേണു പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സാധാരണ ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിൽ സംസാരിക്കണമെന്ന് തന്നെ പരിഹസിക്കൊന്നും വേണ്ട. ഡോക്ടർ ആസാദ്, അല്ല, CPM ഇപ്പോഴെടുക്കുന്ന നിലപാട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോഴുണ്ടായ സംഭവ വികാസങ്ങൾ CPM-നകത്തും പുറത്തുമുള്ള കേരളത്തിലെ പൊതുസമൂഹത്തിനകത്ത് വലിയ തോതിലുള്ള ഒരു ചിന്ത ഉണർത്തിവിട്ടിട്ടുണ്ട്. അത് കൊലപാതകങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിച്ചേ മതിയാവൂ എന്നൊരു നിലപാടെത്തിയിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളുടെ പക്ഷത്ത് ഇനിയൊരിക്കലും ഒരു കൊലപാതകം താങ്ങാനാവില്ല. അങ്ങനെ കൊലപാതകങ്ങൾ നടത്തുകയും എല്ലാറ്റിനും മുകളിൽ ഞങ്ങൾ തീരുമാനിക്കും എന്ന ഞങ്ങൾ മാത്രവാദത്തിൻ്റെതായ ഒരു ഏകാധിപത്യ പ്രവണത, ഫാഷിസത്തിൻ്റെ ചുരുങ്ങിയ രൂപം തന്നെയാണിത്. ഇപ്പോൾ നമ്മൾ സംഘപരിവാര ഫാഷിസം എന്ന് പറയുന്ന പോലെയുള്ളൊരു ഫാഷിസം തന്നെയാണിത്. കൊല നടത്തുക മാത്രമല്ല, അതിനുമേൽ അത് സമർത്ഥിക്കുകയും കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളുകളെപ്പോലും അവർക്ക് മേൽ ഞങ്ങളാണ് വിധിക്കേണ്ടത്, അവർ നിരപരാധികളാണ്, കോടതിയല്ല വിധിക്കേണ്ടത് എന്ന് പറയുകയും ചെയ്യുന്ന ഒരു ഏകാധിപത്യ ഫാഷിസ്റ്റ് പ്രവണത. ആ ഫാഷിസ്റ്റ് പ്രവണതയ്ക്കെതിരായി പാർട്ടിക്കകത്തും പുറത്തുമുള്ള പൊതുസമൂഹത്തിനകത്ത് നീതിബോധമുള്ള മനുഷ്യരിൽ, കമ്മ്യൂണിസ്റ്റ് ധാർമ്മികതയുള്ള കമ്മ്യൂണിസ്റ്റുകാരിൽ ഒക്കെ ഒരു പുനർവിചിന്തനം ഉണ്ടാവുന്നുണ്ട്. ആ പുനർവിചിന്തനം CPM-നെ രക്ഷിച്ചേക്കും, ഇടതുപക്ഷത്തെ രക്ഷിച്ചേക്കും, ഒരുപക്ഷെ കേരളത്തെയും രക്ഷിച്ചേക്കും. ലിജുവിനുള്ള മറുപടി, എന്തിന് KV കുഞ്ഞിരാമൻ ആ വീട്ടിൽ പോകണം? ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, CPI-ന്റെ നേതാക്കന്മാർ ആ പ്രദേശത്തെ എല്ലാ വീടുകളിലും പോകണമെന്ന് എൻ്റെ അഭിപ്രായം. കാരണം അവിടെ ഒരു ഭീതിജനകമായ അന്തരീക്ഷമാണ്. അദ്ദേഹത്തിൻ്റെ വീട് ആക്രമിച്ചിരിക്കുന്നു. ആ പ്രദേശത്തെ CPI പ്രവർത്തകന്മാർ പലായനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതൊന്നും നിങ്ങളുടെ ക്യാമറ അവിടെയൊക്കെ പൂട്ടി വെച്ചിരിക്കുക. ഇനി ഒരു കാര്യം ഞാൻ പറയാം, വേണു എന്നെ പരിഹസിച്ചു. വേണു ശരിയാവാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. കാരണം നാളെ ആൾ ചർച്ച നടത്തേണ്ട ആണല്ലോ വേണു. ഞങ്ങൾ വല്ലപ്പോഴും മാത്രം ചർച്ചയ്ക്ക് കുറച്ചുകൂടി ചർച്ചയിൽ പങ്കെടുക്കുന്ന. ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങളുടെ കയ്യിൽ കൺട്രോൾ യൂണിറ്റ് ഉണ്ടെന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പറയുമ്പോൾ അപ്പോൾ അങ്ങോട്ടേക്ക് പോകരുത് വേണു. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പറയുമ്പോൾ നിങ്ങൾ പിന്നെ അന്വേഷണത്തിന്റെ എങ്ങനെ ഓരോ റിപ്പോർട്ട് ചെയ്യാൻ വേണും ലിജു അല്ലല്ലോ ഹയർ ഓഫീസർമാർ. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി അന്വേഷിക്കും. അവർക്ക് ഫ്രീ ഹാൻഡ് കൊടുത്തിരിക്കുന്നു. UDF-ന്റെ കാലം പോലെ ആരെയും തോന്നിയ പോലെ പ്രതിയാക്കുന്ന രീതിയില്ല. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ ശിക്ഷിപ്പിക്കും. അല്ലാതെ കയ്യടിക്ക് വേണ്ടി ആരെയും പ്രതിയാക്കുന്ന രീതി പിണറായി വിജയന്റെ സർക്കാരിനില്ല. അത് ഉമ്മൻചാണ്ടിയുടെയും അതുപോലെ ചെന്നിത്തലയുടെയും തിരുവഞ്ചൂരിനെയും പോലീസിന്റെ ശൈലിയാണ്. ആ ശൈലി പിണറായി പോലീസിന് കൊടുത്തിട്ടില്ല. ഇനി ആരെങ്കിലും പ്രതികളായിട്ടുണ്ടെങ്കിൽ അവരെ കൃത്യമായ നിയമത്തിനുള്ളിൽ കൊണ്ടുവന്ന് ശിക്ഷിപ്പിക്കാൻ ആവശ്യമായ തെളിവുകൾ ശേഖരിക്കും. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.